മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ചന്ദ്രബാബു നായിഡു നിന്ദ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് YSR കോൺഗ്രസ് പ്രതികരിച്ചു. എന്നാൽ ആരോപണങ്ങളല്ല വസ്തുതയാണ് പറഞ്ഞതെന്ന നിലപാടിലാണ് TDP. ലാബ് റിപ്പോർട്ട് വ്യാജമല്ലെന്നും TDP നേതൃത്വം വിശദീകരിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ലാബ് റിപ്പോർട്ട് വരുന്നത്. തിരുപ്പതി ക്ഷേത്രം നമുക്കറിയാം ഹിന്ദു ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടുത്തെ ഒരു പ്രസാദത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം വലിയ തരത്തിലുള്ള ഒരു പ്രത്യാഘാത ചർച്ചകൾക്ക് ഇടവെക്കുന്ന ഒരു വിഷയമാണ്. ഇതുവരെ അത് TDPയും ISRും തമ്മിലുള്ള ഒരു നീക്കമായി നിൽക്കുകയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇന്ന് നടത്തുന്ന നീക്കങ്ങളും പ്രതികരണങ്ങളും അതെങ്ങനെയാണ് രഞ്ജിത്ത്? എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി സംസ്ഥാനത്ത് വളരുകയാണ് എന്നതിൽ സംശയമില്ല സജിത്ത്. കാരണം ഇത് TDP ആണ്. TDPയുടെ നേതാവാണ് ആദ്യം ഇത്തരമൊരു ആക്ഷേപവുമായി രംഗത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലാബ് റിപ്പോർട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു ഇടുകയും ചെയ്തത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള ലാബോറട്ടറിയായ NDOB കാൽഫ് ലിമിറ്റഡ് പുറത്തുവിട്ട തിരുപ്പതി ലഡുവിന്റെ പരിശോധനാ ഫലമാണ് TDP വക്താവ് ആനം വെങ്കട രമണ റെഡ്ഡി പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടത്. ഇത് അവിടെ ഒരു വലിയ കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ TDP സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതൊരു വിഷയമായി തന്നെ ഉയർത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അധികമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പാർട്ടി കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ഗുജറാത്തിലെ ഒരു ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് TDP വീണ്ടും YSRനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ YSR കോൺഗ്രസിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് എന്നതും ഇത് അവ്യക്തമായ ആരോപണമാണെന്നതും ഈ ലാബ് റിപ്പോർട്ട് വ്യാജമാണ് എന്നുള്ളതുമാണ്. കാരണം ഈ ലാബ് റിപ്പോർട്ട് എന്നുള്ളത് നമ്മളാരും അങ്ങനെ നമുക്കതിന്റെ കോപ്പിയും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരുപാട് തിരഞ്ഞിട്ടും ഈ NDOB ലാബിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചും ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് YSR കോൺഗ്രസ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ ലഡുവിൽ പന്നിക്കൊഴുപ്പിന് സമാനമായ വസ്തുവും മത്സ്യ എണ്ണയും കണ്ടെത്തി എന്നുള്ളതാണ് ഒരു വിവാദം. നമുക്കറിയാം, ലക്ഷോപലക്ഷം ഭക്തർ വളരെ ആരാധനയോടുകൂടി ഏറെ ഭക്തിയാദരത്തോടുകൂടി സമീപിക്കുന്ന ഒരു പ്രസാദമാണ് തിരുപ്പതിയിലെ ലഡു. അത് ഓൺലൈനിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിൽ പോലും പലപ്പോഴും അത് ഓർഡർ ചെയ്തെത്തുന്ന പശ്ചാത്തലമുണ്ട്. ലക്ഷക്കണക്കിന് ലഡുവാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ഭക്തർ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ മൃഗക്കൊഴുപ്പിനൊപ്പം ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും ആരോപണം ഉയർന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. നെയ്ക്ക് പകരമാണ് ഈ ശുദ്ധമായ രഞ്ജിത്ത് ഒന്ന് തുടരുക. രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. രാഹുൽ ഈശ്വർ, ഈ തിരുപ്പതി ക്ഷേത്രം മലയാളികൾ